ചേച്ചി അതാരാ വിളിക്കുന്നേ? ആഹാ ഇത് ആരൊക്കെ വന്നേ? ചേച്ചി രമേശേട്ടനാണെങ്കിൽ ഇവിടെ ഒരു ജോലി ഇട്ടു, അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ആഹാ എവിടെയാ ജോലി? ചേച്ചി തമ്മാനൂര് ജോലി. എത്ര രൂപ ശമ്പളം? ഒരാഴ്ചത്തേക്കുള്ള ജോലിയോ? ഇതാണ് ഓഫീസ് ജോലിയാ. ഒരാഴ്ചയുള്ളൂ അത് ജോലി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരാഴ്ച കൂടെ പിന്നെ വരും. അപ്പൊ 2 ആഴ്ച ഞങ്ങൾ ഇവിടെ നിൽക്കുവേ. നിങ്ങൾ വന്നപ്പോഴൊരു സന്തോഷമായി. പ്രകാശേട്ടൻ സൗദി പോയി, ഇനി അടുത്ത വർഷം എടുത്തുള്ളൂ. അയ്യോ എപ്പൊ പോയി? ഇന്ന് രാവിലെ പോയെ. ഞാനാണ് ഇപ്പൊ നിങ്ങളെ വിളിച്ചു പറയുമ്പോൾ ഫോൺ എടുക്കുമ്പോ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. എപ്പോഴാ ജോലിക്ക് വേണ്ടേ? ഇപ്പൊ സമയം 7 മണിയായല്ലോ, അത് ഞാൻ പോട്ടെ. രാവിലെ 7 മണിക്കാണോ വൈകിട്ട് 7 മണിക്കോ? രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ. ഇപ്പൊ രാത്രി 8 മണിയായല്ലോ. ഞാൻ വിചാരിച്ചു ഇപ്പൊ രാവിലെ. ഞങ്ങൾ അവിടെ ഇന്നലെ ട്രെയിൻ കയറിയിട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. ഓ സോറി. കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞങ്ങൾ കഴിച്ചിട്ട് സാരില്ല കേട്ടോ. എല്ലാരും ആരെങ്കിലും കളിക്കാറുണ്ട്, അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു. നമുക്ക് എല്ലാവർക്കും പോയത് കളിക്കാം. രസം ഇവിടെ സിറ്റി ഒക്കെ കാണാൻ. ഇതൊക്കെ എന്താണ് ലൈറ്റ് ഒക്കെ ഇട്ട് ഇവിടെ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇല്ലായിരുന്നല്ലോ. അത് ഈ ഇടയ്ക്ക് ഇട്ടതാടാ. ഇപ്പൊ അടിപൊളിയായി. ഇതെന്തോ ഒരു വെള്ള രൂപ ആകാശത്ത് നിൽക്കുന്നത്. അങ്ങോട്ട് വരുക. എന്റെ പൊന്നാച്ചിരി മക്കളാണെങ്കിൽ ഭയങ്കര ബഹള. ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു വെള്ള പ്രേതം ആകാശത്ത് നിൽക്കുന്നത്. ഞാൻ എന്റെ മക്കളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഞങ്ങൾ ഓടി വന്നോണ്ട് ആ പ്രേതം ഞങ്ങളെ കണ്ടില്ല. ഇനി പേടിക്കണ്ട. എന്തായാലും ബാക്കി ആ പ്രേതം നിങ്ങളെ കാണാതെ. എന്താ നിങ്ങൾ എല്ലാരും പോയി അറിയിക്കുക. നീ എന്താ വെക്കണെന്ന് പറഞ്ഞു. ഞാനും ഇറങ്ങാൻ പോവാ. അവരാരും എഴുന്നേറ്റില്ല. നിങ്ങൾ വന്നാലും നമുക്ക് ഇവിടെ ടൂർ പോയാലോ? പക്ഷെ രമേശന് വരാൻ പറ്റുന്നില്ല. അത് സാരി, നമുക്ക് തന്നെ ടൂർ പോവാം. വൈകിട്ടാവുന്നതിന് മുമ്പ് വരണം. അതൊക്കെ വരാടി വൈകിട്ടാവുന്നതിന് മുമ്പ്. അല്ല ചേച്ചി എവിടെ പോണ്ടേ? എടീ നമുക്കിന്ന് ജഡായിപ്പാറ പോയാലോ കൊല്ലത്തെ? പക്ഷെ ചേച്ചി നമുക്ക് നാളെ അല്ലേ വരാൻ പറ്റത്തുള്ളൂ. എടീ അവൻ തമ്പാനൂരല്ലേ ജോലി ചെയ്തേ? രമേശന് തമ്പാനൂർ ജോലി ചെയ്തേ. ഏത് ഭാഗത്താട്ടാ? റെയിൽവേ സ്റ്റേഷന്റെ അടുത്താ. അതാ രമേശനോട് വൈകിട്ട് ട്രെയിനിൽ കയറി വരാൻ പറഞ്ഞാൽ പോരെ? ഞാനാണെങ്കിൽ ആ കാര്യം പെട്ടെന്ന് ആലോചിച്ചു. നമുക്ക് അത് മതി. ആരല്ലേ ഞാൻ രമേശേട്ടനെ വിളിച്ചിട്ട് വരട്ടെ. രമേശേട്ടൻ അങ്ങോട്ട് പോയിട്ട് വന്നാലേ. ശരി, ഞാനെന്നാ വൈകിട്ട് ജഡായിപ്പാറയിലോട്ട് വരാവേ. അത് ഞാൻ പോവാണേ. ടാറ്റ, വൈകിട്ട് കാണാവേ. എല്ലാരും റെഡി ആയല്ലോ? റെഡിയായി. അപ്പൊ നമുക്ക് പോവാം. സമയം എത്രയായി? 10 മണിയായോ? ട്രെയിൻ 10:30 10:45 കേട്ടാ. ഒരു 3/4 മണിക്കൂറിൽ കാത്തിരിക്കട്ടെ അല്ലേ? ശരിയാ, നമുക്ക് അപ്പുറത്തേക്ക് പോയിരിക്കാം. ഇവിടെ ഒന്നിന് നിൽക്കുക. പക്ഷെ അവിടെ മൊത്തം ആൾക്കാരല്ലേ? അത് ശരിയാ, ഞാൻ കണ്ടിട്ടായി പറയുന്നത്. തവച്ചി അപ്പൊ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. മക്കളെ നമ്മൾ AC സ്ലീപ്പറല്ലേ എടുത്തേക്കുന്നത്? ഞാൻ ആ കാര്യം ആലോചിച്ചില്ല. ഇപ്പഴൊരു സമാനമായി. ഇനി ഇടിച്ചു തള്ളി നിൽക്കണ്ടല്ലോ. ഇപ്പൊ സമയം എത്രയായി? 10:30 നമ്മുടെ ട്രെയിൻ വരെ 15 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 7497 കന്യാകുമാരിയിൽ നിന്ന് കൊല്ലം വഴി ബാംഗ്ലൂർ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ അല്പനേരത്തിനുള്ളിൽ 2ാം പ്ലാറ്റ്ഫോമിൽ വരും. മക്കളെ നമ്മൾ ട്രെയിൻ അവർ വിളിച്ചു പറയുന്നത്. എന്താ സുഖമായിരിക്കും തിരിക്കാൻ. അയ്യോ, നമ്മൾ ഇവിടെ അല്ലേ? ഓടിക്കോ. അമ്മ തമ്മാനൂരല്ലേ ഇത്? കുറച്ചു നേരം ഇവിടെ എന്തായാലും നിർത്തിയിടും. വേറെ സ്ഥലത്തൊക്കെയാ
2-3 മിനിറ്റ് നിർത്തുന്നത്, ചിലപ്പോ 1 മിനിറ്റ് പോലും. നമുക്ക് തിരക്കാണെന്ന് വെച്ച് പെട്ടെന്ന് ഓടണം. നമ്മുടെ AC സ്ലീപ്പറില്ലേ, ഓ ആരാണെ പെട്ടെന്ന് ആ കാര്യം അല്ലേ ചെയ്യാം. അവർക്ക് പോയോ? എവിടെ സ്റ്റേഷൻ എല്ലാരും ഇവിടെ ഇരി. മക്കളെ നമുക്കിപ്പൊ സ്ലീപ്പറിൽ കയറണ്ടല്ലോ, ഉറക്കമൊന്നും ആർക്കും വരുന്നില്ലല്ലോ. നമ്മൾ അത് മാത്രമല്ല, ഇവിടെ ജടായിപ്പാറയല്ലേ പോകുന്നത്, തൊട്ടടുത്തല്ല കൊല്ലം. അതുകൊണ്ട് സ്ലീപ്പറിൽ കയറി ഇതൊന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. എല്ലാരും ഇവിടെ ഇരിക്കും. എത്ര വേഗം അവിടെ എത്തിയാ മതിയായിരുന്നു. ശരിയാ ശരിയാ. കൊറേ